ഈ റോഡ് റോളർ ഇത് നമ്മൾ മുമ്പേ കണ്ടിരിക്കുന്നു. ഇത് ചെറുത്ത്. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുത്തൻകുളത്താണ്. ഇവിടെ പരവൂർ പാരിപ്പള്ളി റോഡിൽ ആ റോഡിൻ്റെ പണികൾ ഫൈനൽ സ്റ്റേജിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ രാത്രിയും പകലുമായിട്ട് വർക്കുകൾ പുരോഗമിക്കുന്നു. പപ്പുച്ചേട്ടൻ പറഞ്ഞതുപോലെ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറയുന്ന ആ ഒരു റോഡ് റോളറൊന്നുമല്ല. ഇതിപ്പോൾ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ടെക്നോളജിയാണ്. ജർമ്മൻ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ ടാറിങ് നടക്കുന്നത്. പഴയ കാലത്ത് നമ്മൾ കണ്ട ആ റോളറുകളൊക്കെ മാറി ഇപ്പോൾ പുതുപുത്തൻ കംപ്രസറും അതുപോലെ തന്നെ വാട്ടർ സ്പ്രേയിങ്ങും ഒക്കെ ഇൻക്ലൂഡായി വരുന്ന പുതുപുത്തൻ ടെക്നോളജി ഉപയോഗിച്ചാണ് ഈ റോഡ് നിർമ്മാണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ സ്മൂത്തായിട്ടുള്ള, ഇതിൻ്റെ ഫൈനൽ വർക്ക് കഴിഞ്ഞാൽ വളരെ സ്മൂത്തായിട്ടുള്ള റോഡാണ്. ഞാൻ വന്നിട്ടുള്ളത് ഈ മെഷീനുകൾ, പുതിയ ടെക്നോളജി ഉപയോഗിച്ചുള്ള ഈ മെഷീനുകളൊക്കെ ഒന്ന് പരിചയപ്പെടാനായിട്ടാണ്. നമുക്ക് ഇതിൻ്റെ വിദഗ്ധരോട്, ഇതിൻ്റെ ഡ്രൈവേഴ്സിനോടും അതുപോലെ സൂപ്പർവൈസറോടും ഇതിൻ്റെ പണികളെക്കുറിച്ചും ഈ മെഷീനറിയെക്കുറിച്ചൊക്കെ ഒന്ന് ചോദിച്ചറിയാം. വരൂ. സാറേ, ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പാരിപ്പള്ളി പരവൂർ റോഡിൻ്റെ വർക്കാണല്ലോ നടക്കുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ എന്തൊക്കെ ഡീറ്റെയിൽ ആണ് നമുക്ക് തരാനുള്ളത്? തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഫൈനൽ നടക്കുകയാണ്. പ്രദേശത്തോടെ BC വർക്കാണ് നടക്കുന്നത്. അതിൻ്റെ പേപ്പർ ഫിനിഷുണ്ട്, അതിൻ്റെ ഡബിൾ ഡ്രം ഉണ്ട്, ഒരു PTR ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഏതൊക്കെ വണ്ടികളാണ് അവിടെ യൂസ് ചെയ്യുന്നതാണ്? 2 ഡബിൾ ഡ്രം സ്റ്റീലുള്ളത്, ഒരു പേപ്പർ ഫിനിഷർ, ഒരു PTR. നാലെണ്ണമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ സാധാരണ ഇപ്പോൾ ഗൾഫിലൊക്കെ കണ്ടുവന്നാണ്, പുതിയ ടെക്നോളജി ആണല്ലോ ഇപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഉണ്ട്, ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്. എല്ലാം ഇന്ത്യയിലും ഇത് ഈ പ്രൊസീജർ തന്നെ അവർക്ക്. ഇത് എടുത്തിരിക്കുന്നത് ഏത് കമ്പനിയാണത്? ശ്രീധന്യ കൺസ്ട്രക്ഷൻസ് അല്ലേ? ഓക്കെ. സാറിൻ്റെ പേരെന്ന് പറയും? എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്? ഞാനിവിടെ പേവിംഗ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നത്. പേവിംഗ് എഞ്ചിനീയർ. ഓക്കെ. ഇതിനിപ്പോൾ പാരിപ്പള്ളി കംപ്ലീറ്റ് ആകുമ്പോൾ എത്ര ദിവസം എടുക്കും? ഒരു 6 ദിവസം കൊണ്ട് കഴിയും. അതുപോലെ തന്നെ അതിൻ്റെ റോഡല്ലാതെ സൈഡിലും വർക്ക് നടക്കുന്നത് നമ്മുടെ ഡ്രോയിങ് അനുസരിച്ച്, നമുക്ക് തന്ന ഡ്രോയിങ് അനുസരിച്ച് ഉള്ള പരിപാടികളുണ്ട്. കോൺക്രീറ്റ് ഉണ്ട്, സൈഡിൽ ഇന്റർലോക്ക് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഡ്രോയിങ് അനുസരിച്ചാണ് ചെയ്യുന്നതല്ല. പേരെന്താണ്? പേര് മണിയാണ്. എന്താണ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്? റോളറോ, വൈബ്രേറ്റർ റോളർ. ഈ കാണുന്നതാണ്. എന്താണ് ഇതിൻ്റെ എവിടുത്തെ സ്പെസിഫിക്കേഷൻ, ഇതിൻ്റെ മേക്കും ഇങ്ങനെ വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഇത് ടാറിങ്ങിന് ഓടുന്ന വണ്ടിയാണ്. നമ്മൾ 3 റോളർ നമ്മൾ ഓടുന്നുണ്ട്. 2 ഡബിൾ ഡ്രം റോളറും ഒരു PTR ഓടുന്നുണ്ട്, ടയർ റോളറും. ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇതിൻ്റെ പ്രത്യേകത ഇത് വൈബ്രേഷൻ ഇട്ട് ഓടുന്നത്. ഇത് വെള്ളം ഉണ്ട്, ഇതിൽ ഒട്ടിപ്പിടിക്കാൻ വെള്ളമുണ്ട്. ടാർ ഓടിക്കാൻ വൈബ്രേഷൻ ഇട്ട് ഓടണം പറഞ്ഞതാണ്. കുറയ്ക്കാൻ പണ്ടത്തെക്കാളും ഇപ്പോഴത്തെ നല്ല ക്വാളിറ്റിയുള്ള റോഡാണ്. പണ്ടാണെങ്കിൽ മറ്റേ ചാക്ക് പിടിച്ച് നനച്ച് ഓടുന്ന റോഡായിരുന്നു. ഇപ്പോൾ അതല്ല, ഇപ്പോൾ എല്ലാം ഹൈഡ്രോളിക്കാണ്. നമ്മളൊരു 6-7 പാസ് ചെയ്ത ഒരു റോഡ് ഓടുന്നുണ്ട്. അപ്പം അതിനകത്തുള്ള റോഡ് സേഫ്റ്റി ആവും. ഇത് വെയിറ്റ് എത്ര ഉണ്ടെന്ന് അറിയോ? വെയിറ്റ് ഇത് 8-9 ടണ്ണോളം. 9 ടണ്ണാണ് വെയിറ്റ് ഉണ്ട്. ഇത് ഫ്യൂൽ ഏതാ യൂസ് ചെയ്യുന്നത്? ഡീസലാണോ? അത് ഡീസലാണ്. മൈലേജ് ഒക്കെ എത്ര കിട്ടും ഇതിന്? മൈലേജ് 10-20 അടുപ്പിച്ച് മണിക്കൂറിനാണ് കിട്ടുന്നത്. അത് നമ്മൾ വൈബ്രേഷൻ ഇട്ട് ഓടുന്നതനുസരിച്ചും അല്ലാതെ കാലിപ്പാസ് ഓടും. അങ്ങനെ ഓടുമ്പോഴത്തേക്ക് ഡീസലല്ല ചിലവാണ്, ഡീസൽ ചിലവുള്ള വണ്ടിയാണ്. അതുപോലെ ഇത് നമുക്ക് എത്ര പ്രാവശ്യം ഓടിക്കേണ്ടി വരും ഇതിൻ്റെ മുകളിൽ കൂടെ? ഇതിപ്പോൾ നമ്മളൊരു 3-4 തവണ ഓടും. പിന്നെ 2 കാലിപ്പാസ് ഓടും. അതിനൊക്കെ മറ്റു പിറകെയുള്ള 2 കാലിപ്പാസ് എന്ന് പറയുന്നത് എന്തോ? കാലിപ്പാസ് എന്ന് വെച്ചാൽ വൈബ്രേഷൻ ഇടാതെ ഓടും. ആദ്യം ഒന്ന് ഒരു ഉറപ്പിച്ചിട്ട് പിന്നെ വൈബ്രേഷൻ ഇട്ട് ഓടും. അതിനൊക്കെ എല്ലാം 2 റോളറും ഓടും. പിന്നെ പിറകെ PTR ഓടും. ഇപ്പോൾ നല്ല റോഡല്ല
കോമ്പാക്ട് ചെയ്യും. എല്ലാം ഹൈഡ്രോളിക് വിഷയമാണ് ഇതെല്ലാം. ഹൈഡ്രോളിക്കാണ്. അതെ. എങ്ങനെയാണ് ഓടിക്കുന്നത്? നിങ്ങൾക്ക് ഈ വെയിലല്ലേ ഇപ്പോഴത്തെ ചൂടത്ത്? ഇപ്പോൾ നല്ല ചൂടുള്ള സമയമാണ് ഈ സമയം. അത് ബുദ്ധിമുട്ടില്ലേ? ബുദ്ധിമുട്ട് കുഴപ്പമില്ല. വണ്ടിക്കകത്ത് നമ്മൾ കണ്ടിന്യൂ ഓടിക്കൊണ്ടിരിക്കാൻ കുഴപ്പമില്ല. അറിയത്തില്ല. എവിടെ സ്ഥലം പാരിപ്പള്ളി. പാരിപ്പള്ളിയിലാണ്. ഇത് ഏത് വണ്ടിയാണ്? എന്തുവാണ് ഇതിൻ്റെ? ഇത് വോൾവേര റോളർ, ഇത് കാറിങ്ങിന് ഡബിൾ ഡ്രം റോളർ. ഇത് ഓടുമ്പോൾ വൈബ്രേഷൻ ആയിട്ട് ഓടും, ഫിനിഷിങ് വരും. മറ്റൊരു വണ്ടി കണ്ടല്ലേ നേരത്തെ, അതൊന്നും ഇതുമായിട്ട് എന്താ വ്യത്യാസമാണ്? അത് കുറച്ചുകൂടെ ചെറുതായിരിക്കും. ഇത് കുറച്ചുകൂടെ വെയിറ്റ് ഉണ്ട്. ഇതിൻ്റെ വെയിറ്റ് കൂടുതലല്ലേ? വെയിറ്റ് കൂടുതലാണ്, വലിപ്പമുണ്ട്. എത്ര നാളുകൊണ്ട് വർക്ക് ചെയ്യുന്നത് ഇതിനകത്ത്? ഇതിനകത്ത് ഒരു 8-10 വർഷമായി. ഇതിന് ഗിയർ സിസ്റ്റം ഒക്കെ എങ്ങനെയാണ്? എത്ര ഗിയർ? ഇത് ഇലക്ട്രിക്കൽ സിസ്റ്റമാണ്. സ്പീഡ് കൂടാനും കുറയാനും എത്ര? ഒരു ലിവറേ ഉള്ളൂ. പിന്നെ അതിൽ സ്പീഡ് കൂടുമ്പോൾ, ഓട്ടത്തിലെ സ്പീഡ് കൂടുമ്പോൾ, വർക്ക് ചെയ്യുമ്പോൾ സ്പീഡ് കുറച്ചിട്ടേ വർക്ക് ചെയ്യുള്ളൂ. റണ്ണിങ്ങിലാണെങ്കിൽ സ്പീഡ് കൂട്ടി വർക്ക് ചെയ്യും, ഓടിപ്പോകും. ഇതിപ്പോൾ പോകുമ്പോൾ ഇവിടെ എല്ലാം കുലുങ്ങുന്നുണ്ടല്ലോ നല്ലൊരു. അത് വൈബ്രേഷൻ ഇടുമ്പോഴാണ് ഇവിടെ എല്ലാം കുലുങ്ങുന്നത്. അത് വൈബ്രേഷൻ ഇട്ട് ഇത് ഇടുമ്പോഴും ഭയങ്കര കുലുക്കമായിരിക്കും. കുലുക്കമാണ്. ഇത് നമ്മൾ വർക്കല്ലാതെ സാധാരണ പോകുമ്പോൾ എത്ര സ്പീഡിൽ പോകും? എത്ര? സാധാരണ 25 കിലോമീറ്റർ സ്പീഡിൽ പോകാറുള്ളൂ. നമ്മുടെ പരവൂർ പാരിപ്പള്ളി റോഡിൽ പുത്തംകുളം ഭാഗത്താണ് ഇപ്പോൾ ഈ റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ടാറിംഗ് ഒക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഫൈനൽ വർക്ക്, ഫിനിഷിംഗ് വർക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീധന്യ കൺസ്ട്രക്ഷൻസാണ് ഈ വർക്ക് ചെയ്യുന്നത്. രാത്രിയും പകലും ഒക്കെ ഇതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. വളരെ മനോഹരമായ രീതിയിൽ നല്ല സ്മൂത്തായിട്ട് ആണ് ഈ റോഡ് ഇപ്പോൾ ഫൈനൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ റോഡ് നിർമ്മിക്കുമ്പോഴും ആൾക്കാർക്ക് വലിയ തിരക്കാണ്, അവർക്ക് അത്യാവശ്യമാണ്. ഇത് തന്നെ കൊണ്ട് ഒരു സ്കൂട്ടർ കൊണ്ട് കയറ്റി, സൈഡിൽ നിന്ന് കയറ്റി ഈ ഭാഗത്തെല്ലാം ഇടിഞ്ഞു പോയിട്ടുണ്ട്. ഇനി ഇത് കറക്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കേന്ദ്ര റോഡ് ഫണ്ടിൻ്റെ 22.2 കോടി രൂപ മുടക്കി വികസിപ്പിക്കുന്ന ചാത്തന്നൂർ പരവൂർ പാരിപ്പള്ളി റോഡിൻ്റെ നിർമ്മാണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചാത്തന്നൂർ പരവൂർ റോഡ് 7.5 കിലോമീറ്ററും പരവൂർ പാരിപ്പള്ളി റോഡ് 10.25 കിലോമീറ്ററുമാണുള്ളത്. പരവൂർ പാരിപ്പള്ളി റോഡ് അതുപോലെ തന്നെ പരവൂർ ചാത്തന്നൂർ റോഡും അന്താരാഷ്ട്ര നിലവാരത്തിലാണ് വർക്ക് കഴിയാൻ പോകുന്നത്. ടീനേജ് പിള്ളേരും അതുപോലെ തന്നെ കോളേജ് സ്റ്റുഡൻസും ഒക്കെ അപകടകരമായ രീതിയിലാണ് ബൈക്ക് ഇതിലെ ഓടിച്ചു പോകുന്നത്. ഇപ്പോൾ ഈ റോഡ് പണിയും കൂടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ സ്പീഡ് കുറച്ചുകൂടി വർദ്ധിക്കാനാണ് ചാൻസ്. എല്ലാവരും അപകടരഹിതമായി വണ്ടി ഓടിക്കുക, ശ്രദ്ധിച്ച് റോഡ് നിയമങ്ങൾ പാലിക്കുക, ഹെൽമെറ്റുകൾ ധരിക്കുക. അപ്പൊ തന്നെ PWD നമ്മളെ വിളിച്ചിട്ട് ഒരു അവാർഡ് തന്നു. അന്നോ? അല്ല, അന്നല്ല, അവിടുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പുറത്ത് തട്ടിയിട്ട് പറയാണ്, വല്ലാത്ത ധൈര്യം തന്നെ അനക്കുകയാണ്.